ഈ അധ്യായത്തിൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു ഫയർ ഇഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു ലെയർ കൂടി ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഞാനിവിടെ ഒരു ഷേപ്പ് വരയ്ക്കുകയാണ്. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് വരയ്ക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ കുറച്ച് പെയിന്റ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഒരു ലൈറ്റ് കളർ ആണ് ഞാനിവിടെ പെയിന്റ് ചെയ്യാൻ പോകുന്നത്. ബ്രഷിൽ നിന്നും സോഫ്റ്റ് എൻഡ് ഉള്ളൊരു ബ്രഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ അത് പെയിന്റ് ചെയ്യുകയാണ്. വീണ്ടും ഞാൻ കളർ ഡാർക്ക്നെസ് കുറച്ചുകൂടി ഉയർത്തുകയാണ്. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ചുകൂടി ഒപ്പാസിറ്റി കുറച്ചതിന് ശേഷം വീണ്ടും ശ്രദ്ധിക്കുക. ഇതിനുശേഷം ഞാനിവിടെ നമ്മൾ പെയിന്റ് ചെയ്ത ഈ ഭാഗമാണ് ഞാനിവിടെ ഫയർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായി ബേസായി ഉപയോഗിക്കുന്നത്. ഞാനിതിന്റെ കളർ ഫയറിന് ആവശ്യമായ രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നമുക്കത് കളർ ബാലൻസ് എന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഇവിടെ ഷാഡോസ് റെഡിലോട്ട് കൂടുതൽ, അതുപോലെ മിഡ് ടോൺ, ഹൈലൈറ്റ്സ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നമുക്ക് ഫയർ എഫക്റ്റിന് ആവശ്യമായ ഒരു കളർ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. ഫയർ എഫക്റ്റ് അപ്ലൈ ചെയ്യാനായി നമുക്കിവിടെ ഒരു സ്പിയർ അല്ലെങ്കിൽ ഒരു ബോൾ ക്രിയേറ്റ് ചെയ്യാം. അതിനായി ഞാൻ ഇവിടെ ഒരു ന്യൂ ലെയർ എടുക്കുന്നു. മറ്റുള്ള ലെയറുകൾ ഹൈഡ് ചെയ്യുന്നു. ഞാനിവിടെ നിന്നൊരു ഗ്രേഡിയന്റ് ഫിൽ ഇടാൻ പോവുകയാണ്. അതിനുശേഷം ആ ലെയർ ഹൈഡ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ പെയിന്റ് ചെയ്തിരിക്കുന്ന ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം പെയിന്റ് ചെയ്ത് തുടങ്ങാം. ഈ സെലക്ഷൻ ഇനി ആവശ്യമില്ല, അത് ഡീസെലക്ട് ചെയ്യാം. കൺട്രോൾ ഡി പ്രസ് ചെയ്താൽ മതി. നമ്മളിവിടെ സ്മഡ്ജ് ടൂൾ ഉപയോഗിച്ചാണ് ഫയർ എഫക്റ്റിന് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്കതിന്റെ സ്ട്രെങ്ത് ആവശ്യാനുസരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. സോഫ്റ്റ് എൻഡ് ആയ ഒരു ബ്രഷ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് പെയിന്റ് ചെയ്ത് തുടങ്ങാം. സൂം ചെയ്തതിനു ശേഷം അതുപോലെ തന്നെ നമുക്കിവിടെ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ചും നമ്മൾ മുകളിലേക്ക് പോകുന്ന ഫ്ലെയിമുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. സ്ട്രെങ്ത് നമ്മുടെ ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്ലോൺ സ്റ്റാമ്പ് ടൂളിന്റെ ഒപ്പാസിറ്റി കുറച്ചതിന് ശേഷം നമുക്കത് മറ്റുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ നമ്മുടെ ബോൾ അൺഹൈഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ ബ്ലാക്ക് കളർ ഫിൽ ചെയ്യാം.
ശ്രദ്ധിക്കുക, ഇതുപോലെ നമുക്ക് ഫയർ എഫക്ട്സ് വരച്ചുണ്ടാക്കാവുന്നതാണ്.